ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. കേരളമാകവിലെ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വാർത്തയാണിത്. കൊച്ചി ലഹരി കേസിൽ അന്വേഷണം ഡോക്ടർമാരിലേക്കാണ് പോകുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കേസിലെ മുഖ്യപ്രതി കെവിന്റെ മൊഴി. ഡോക്ടർമാരുടെ മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. ശരണിനോട് ചോദിക്കാം. ശരൺ, ഈ കെവിൻ എന്ന ഈ ലഹരിയുടെ കിങ് പിൻ, അയാളുടെ വലയിൽ സിനിമാ താരങ്ങളുണ്ട് എന്ന് നമ്മൾ കേട്ടിരുന്നു, ഒരുപാട് വൈറ്റ് കോളർ ഉദ്യോഗാർത്ഥികളുണ്ട് എന്ന് നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഡോക്ടർമാർ, അതും കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലെ സ്വകാര്യ ആശുപത്രികളിലെ നമ്മളെയൊക്കെ പലപ്പോഴും ചികിത്സിച്ചിട്ടുള്ള യുവ ഡോക്ടർമാരും കുറച്ച് സീനിയർ ഡോക്ടർമാരും ഒക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ നമ്മൾ എത്രമാത്രം വിശ്വസിച്ചാണ് നമ്മുടെ ജീവൻ ഇവരുടെയൊക്കെ മുന്നിൽ കൊണ്ടുപോയി ചികിത്സയ്ക്കായി നൽകുന്നത്? പലപ്പോഴും അപ്പോൾ രാസലഹരി ഉപയോഗിച്ചാണോ ഇവർ നമ്മളെ ചികിത്സിക്കാൻ വന്നുകൊണ്ടിരുന്നത്? എത്ര വലിയ ഞെട്ടലുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഇവരെ പൂട്ടിക്കെട്ടാനുള്ള ഒരു നീക്കം എങ്ങനെയാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാവുന്നത്? ഇവരാരൊക്കെയാണെന്നുള്ള വിവരം കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ടോ? ഷിഹാസ്, വലിയ ഞെട്ടലുണ്ടാക്കുന്ന വിവരമാണ്. ഡോക്ടർമാരും വലിയ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള നിർണായക വിവരമാണ് തൃക്കാക്കര പോലീസിന് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ കടമത്തറയിലെ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ചാണ് വൈറ്റ് കോളർ ഡ്രഗ് പാർട്ടി സംഘടിപ്പിക്കുന്നത്. അന്ന് ഹൈ പ്രൊഫൈലായിട്ടുള്ള ആളുകൾ അറസ്റ്റിലാകുന്നു. അതിന്റെ തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിലാണ് ഈ കെവിനിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് ഈ പാർട്ടിക്കായി ലഹരി എത്തിച്ച് നൽകിയത് കെവിൻ ആണെന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. കെവിനെ കുറിച്ച് പോലീസ് പറയുന്നത് ഇയാൾ കൊച്ചി നഗരത്തിലെ ലഹരി മാഫിയയുടെ കിങ് പിൻ ആണെന്നുള്ളതാണ്. എന്തായാലും ഈ കടവന്ത്ര പോലീസിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ലഹരിയുമായി ഇയാളെ തൃക്കാക്കര പോലീസ് പിടികൂടുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി തൃക്കാക്കര പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് നിർണായകമായിട്ടുള്ള ഈ വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി കൊച്ചി നഗരത്തിലെ ആശുപത്രികളിലെ ഡോക്ടർമാർ നിരന്തരം ലഹരി ഉപയോഗിക്കുന്നവരാണ്, തൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണെന്നുള്ളതാണ്. എന്തായാലും ഈ ഡോക്ടർമാരുടെ പേര് വിവരങ്ങളും കെവിൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. ഈ പരിശോധന പൂർത്തിയാവുന്ന മുറയ്ക്ക് ഡോക്ടർമാരുടെ മൊഴിയെടുക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഡാൻസ് എഫും വിവരശേഖരണത്തിലേക്ക് കടന്നിരുന്നു. അങ്ങനെ വിവരശേഖരണം നടത്തിക്കൊണ്ട് നിരീക്ഷണം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജില്ലയിലാകെ തന്നെ കെവിനെ ലഹരി വിതരണം ചെയ്യാനായി ഏജന്റുമാരുണ്ടെന്നുള്ളത് കണ്ടെത്തിയിരുന്നതാണ്. 10-ലധികം ഏജന്റുമാരാണ് ഇയാൾക്കുള്ളത്. ഇതിൽ 2 ഏജന്റുമാരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കെവിനിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നതാണ്. കൂടുതൽ ഏജന്റുമാർക്കായുള്ള അന്വേഷണവും ഇതോടൊപ്പം തന്നെ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി ശരൺ, എന്താണെങ്കിലും ഈ മെത്താഫെറ്റമിൻ, MDMA ഒക്കെ പോലുള്ള രാസലഹരി ഉപയോഗിക്കുന്ന കൊച്ചി നഗരത്തിലെ സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ വിവരങ്ങൾ ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ട്. പോലീസ് ഉറപ്പായും ആ വിവരങ്ങൾ, ആ പേരുവിവരങ്ങൾ പുറത്തുവിടണം. കാരണം ഇവർ ഡോക്ടർ സമൂഹത്തിനാകെ നാണക്കേടാണ്. ഇവരെക്കുറിച്ചുള്ള കൃത്യമായ വിവരം അറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട്. ഇനി ഒരു നിമിഷം പോലും ഡോക്ടറായി തുടരാൻ അവർക്ക് അർഹതയില്ല. അതോടൊപ്പം ചികിത്സയ്ക്കായി ഒരു രോഗിയുടെ മുന്നിലേക്ക് വരാനും അവർക്ക് അർഹതയില്ല. അതുകൊണ്ട് എത്രയും വേഗം ഈ ഡോക്ടർ ജോലിയിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കാനുള്ള നടപടികളാണ് ഉണ്ടാവേണ്ടത്.